നമസ്കാരം. നമ്മൾ പത്രം ഒന്നെടുത്ത് നോക്കിയാൽ അതിനകത്തും, റോഡിലോട്ടൊന്ന് ഇറങ്ങിയാൽ അതിനിരുവശത്തും, TV ഒന്ന് ഓൺ ചെയ്താൽ അതിനകത്തും, ഒരു വാർത്ത കാണാനിരുന്നാൽ അതിനിടയിൽ കൂടിയും, മൊബൈൽ ഫോൺ ഒന്നെടുത്താൽ അതിനകത്തും എന്ന് വേണ്ട സകലയിടത്തും പരസ്യങ്ങളോട് പരസ്യങ്ങളാണ്. നമ്മളെല്ലാവരും പൊതുവെ വെറുക്കുന്ന ഒന്നുകൂടിയാണ് പരസ്യങ്ങൾ. പക്ഷെ പരസ്യങ്ങളില്ലാതെ ഇന്ന് കച്ചവടക്കാർക്ക് ആർക്കും സ്ഥാപനങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കുറെ കാലം മുമ്പ് വരെയൊക്കെ ജൗളിക്കടയ്ക്കും ജ്വല്ലറിക്കും ഒക്കെ ആയിരുന്നു നാട് നീളെ പരസ്യങ്ങളെങ്കിൽ ഇന്നിപ്പോൾ വിദ്യാലയങ്ങൾക്കും ആശുപത്രികൾക്കും ഇപ്പോഴിതാ ആരാധനാലയങ്ങൾക്ക് വരെ പരസ്യങ്ങളായിരിക്കുകയാണ്. ആരുടെയും മുന്നിൽ മുട്ടുമടക്കണ്ട, നിങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം എന്ന് വേണ്ട വിദ്യാലയങ്ങൾക്ക് ഒരു സെറ്റ് പരസ്യം. അതൊന്നുമല്ല, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പലരും കൂടുതൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറാകുന്ന അവസ്ഥയും ഇന്നിപ്പോഴുണ്ട്. ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ എന്നെ വ്യക്തിപരമായിട്ട് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്തു. ഒരു ക്ഷേത്രത്തിൽ കൊളപ്പുള്ളി ലീല എന്ന ഒരു കലാകാരി, അവരെ ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഒരു പ്രത്യേക തരം കാറ്റഗറിയിൽ പെടുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. അമ്മ വേഷങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അതല്പം അഴിഞ്ഞ് സംസാരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശബ്ദത്തിന്റെ അല്ലെങ്കിൽ വോയിസ് മോഡുലേഷനും ആ പ്രകൃതത്തിനും സംസാര രീതിക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ള വിധത്തിലുള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നീ ജീവനോട് ഇരിക്കുമ്പോൾ ഈ ജാനമ്മയുടെ പട്ടി കയറും. അവർ അഭിനയിച്ച് തകർത്തിട്ടുമുണ്ട്. അത് സിനിമയിലാണ്, സിനിമയ്ക്ക് വേണ്ടി അവർ അഭിനയിച്ചു, ശരി തന്നെ. പക്ഷെ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ലക്ക് കെട്ട ഒരു കഥാപാത്രമായിട്ട് അവർ ഒരു ക്ഷേത്രത്തിൽ അഭിനയിച്ച് തകർക്കുന്നത് കണ്ടു. ഒരുപാട് ദുഃഖം തോന്നി. ഇത്രയും പ്രായമുള്ള, ലോകപരിചയമൊക്കെ അത്യാവശ്യമുള്ള, അനുഭവ സമ്പത്തുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങനെ ഒന്നവിടെ കാണിച്ചു കൂട്ടാൻ അവർ കാണിച്ച ആ ഒരു തൊലിക്കട്ടി, അതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കണം. പിന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് അവരെ കൊണ്ട് വേഷം കെട്ടിച്ച ആളുകൾ, എല്ലാത്തിനുമുപരി ചുറ്റും കൂടി നിന്ന് എന്തോ ഒരു വലിയ കലാരൂപം, ഹാസ്യം ആസ്വദിക്കുന്നത് പോലെ ഈ കോമാളിത്തരം കണ്ട് ആസ്വദിക്കുന്ന, പല്ലെളിക്കുന്ന കുറെ ആളുകൾ. ഇവരെല്ലാവരെയും ഒരേ നിരയിൽ നമുക്ക് നിർത്താവുന്നതാണ്. ഒരേ രീതിയിൽ ഇവരെല്ലാവരും ആ ഒരു കാര്യത്തിൽ തെറ്റുകാരുമാണ്. നവകേരളമാണല്ലോ, അപ്പോൾ എല്ലാം പുതുമയുള്ളതാകണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്ര കലകളിൽ കൂടി ആ ഒരു പരിഷ്കാരം കൊണ്ടുവന്ന് ഈ രീതിയിലേക്ക് മാറിയോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമന്റ് ചെയ്ത് തരണേ. കഥകളിയും അല്ലെങ്കിൽ ഓട്ടൻതുള്ളലും ചാക്യാർ കൂത്തും ഒന്നും കാണാൻ ആളില്ലെങ്കിൽ ശരി, അതൊന്നും അവതരിപ്പിക്കണ്ട. പക്ഷെ ഇത്തരം കോമാളിത്തരങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ എന്നല്ല, ഇത് ഒരിടത്തും കാഴ്ചവെക്കാൻ ആവശ്യമില്ലാത്ത, അനാവശ്യമായിട്ടുള്ള ഒരു പേക്കൂത്തായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നിയത്. അവർ അവരുടെ പ്രായത്തെങ്കിലും സ്വയം ആദ്യം മാനിക്കണമായിരുന്നു. താൻ ചെയ്യുന്നത് ഉചിതമാണോ? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ എന്നുള്ള പേരിൽ പലയിടങ്ങളിലും ഇത്തരം പേക്കൂത്തുകൾ, കോമാളിത്തരങ്ങൾ അരങ്ങേറുന്നുണ്ട്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരു പറ്റം ആളുകളുണ്ട്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിമർശിച്ചാൽ അവർക്ക് നിങ്ങൾ ചിലവിന് കൊടുക്കുമോ എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ നമ്മളെ ഒതുക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അവർക്ക് നമ്മൾ ചെലവിന് കൊടുക്കില്ല, നമ്മൾക്കാർക്കും ഇവരും ചെലവിന് തരില്ല. ചെലവിന് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു തരത്തിലും ഒരാൾക്കും സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതിനെ നമുക്ക് വിമർശിക്കാതിരിക്കാനും നിവൃത്തിയില്ല. അവരൊരു കലാകാരിയാണ്. അവരുടെ കല, അവരേത് രംഗത്താണോ പ്രവർത്തിക്കുന്നത് അവിടെയാണ് അവർ കാഴ്ചവെക്കേണ്ടത്, അവിടെയാണ് അവർ കയ്യടി നേടേണ്ടത്. കേരളത്തിലുള്ള ഓരോ മനുഷ്യരോടും അപേക്ഷിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്. ഇന്നിപ്പോൾ എങ്ങും ഒരു കഥാപ്രസംഗം കേൾക്കാനില്ല. ഈ കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഒരു കലാരൂപങ്ങളും കാണാനില്ല. ആളുകൾക്കൊന്നും അത് ആസ്വദിക്കാനുള്ള നിലവാരം പോലും ഇന്നില്ല. ഭൂരിപക്ഷം ആളുകൾക്കും അതവർക്ക് ഇഷ്ടമല്ല. ഒരു കാമ്പുള്ള ഒരു ഹാസ്യം അവതരിപ്പിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ശേഷി പലർക്കും ഇല്ല. നിലവാരമുള്ള എത്രയോ സിനിമകൾ ഇറങ്ങി തിയേറ്ററിൽ ഓടാതെ പോകുന്നു, അതിനൊന്നും കാഴ്ചക്കാരില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മനുഷ്യരിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക ബോധത്തിന്റെയും നിലവാരത്തിന്റെയും പ്രതിഫലനങ്ങളാണ് ഈ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾക്കുള്ള പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ തന്നെ കലാകാരന്മാർ, കഴിവ് തെളിയിച്ച അനുഭവ സമ്പത്തുള്ള കലാകാരന്മാർ, ആണായാലും പെണ്ണായാലും ഇത്തരം കോമാളിത്തരങ്ങൾക്ക് വേണ്ടി വേഷം ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പൊ കഥകളിയും മോഹിനിയാട്ടവും ഒക്കെ, നമ്മുടെ തനത് കലാരൂപങ്ങളൊക്കെ, നമ്മുടെ സ്വന്തം കലാരൂപങ്ങളൊക്കെ ഇപ്പൊ എവിടെയാണ് ഉപയോഗിക്കുന്നത്?
ഞാൻ ഇതിനു മുമ്പ് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വിവാഹ പാർട്ടി കൊഴിപ്പിക്കാൻ വേണ്ടി ചെറുക്കനും പെണ്ണുമൊക്കെ കയറി വരുമ്പോൾ ഇരുവശവും നിന്ന് ആടുകയാണ് കഥകളി വേഷങ്ങൾ. അങ്ങനെ അവതരിപ്പിക്കപ്പെടേണ്ട ഒന്നാണോ കഥകളി? അതിനുവേണ്ടി വേഷം കെട്ടുന്നവർ ഗതികേട് കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതിനെയൊക്കെ ആര് സംരക്ഷിക്കും? നമ്മൾ ഇതിനെയൊന്നും ബഹുമാനിച്ചില്ലെങ്കിൽ ആരാണ് അതിനെ ബഹുമാനിക്കാനുള്ളത്? വിദേശികൾ ഇപ്പോൾ നമ്മുടെ കലകളെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മളെക്കാൾ ബോധമുള്ളവരാണ്. ചില കൊച്ചുകുട്ടികൾ പച്ചയ്ക്ക് തെറി പറയും, അല്ലെങ്കിൽ മാതാപിതാക്കളെ എടി പോടാ എന്ന് പറയും, അല്ലെങ്കിൽ അവരോട് അനാവശ്യം പറയും. അത് കേൾക്കുമ്പോൾ കൈകൊട്ടി മതിമറന്ന് ചിരിച്ച് മണ്ണ് കപ്പുന്ന സംസ്കാരമില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അയ്യോ എന്തൊരു രസമാണ് കുഞ്ഞു പറയുന്നത് കേൾക്കാൻ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ ആരും അതിൽ പങ്കെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇവരെ അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ പരിപാടിയിൽ നിന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുക, അങ്ങനെയുള്ള ഒരവസ്ഥ 2-3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. എല്ലാവരും കലയെ ഇപ്പോൾ ഒരു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരുപാട് ആളുകൾ പ്രതിഫലമൊന്നും കാക്ഷിക്കാതെ തൻ്റെ കല നമ്മുടെ സമൂഹത്തിന്റെ വികസനത്തിനായി, ഉന്നമനത്തിനായി, അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരെയോ ഭരണക്കാരെയോ രാജഭരണത്തിനെയോ ഒക്കെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നത് അവരുടെ ജീവിത മാർഗം എന്നുള്ള നിലയിലാണ്. അത് ചെയ്തോളൂ, അത് വേണ്ടെന്ന് പറയുന്നില്ല. കാലം മാറുന്നു, എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം മാന്യമായി നമ്മൾ ഉപയോഗിക്കുന്നു, അത് എത്രത്തോളം നമ്മുടെ നാടിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ളതാണ്, നമ്മുടെ സംസ്കാരത്തിന് ഒരു മൂല്യം കൊടുക്കുന്നതാണ് എന്നൊക്കെ ചിന്തിക്കേണ്ട ബാധ്യത അത് ചെയ്യുന്ന ഓരോരുത്തർക്കുമുണ്ട്. കലാപരിപാടി എന്ന പേരിൽ എന്തും കാണിക്കാൻ പെർമിഷൻ കൊടുക്കാറുള്ളത് ക്ഷേത്രങ്ങൾ തന്നെയാണ്. ഇപ്പൊ ആരെന്നെ വിമർശിച്ചാലും ഞാനത് ഉറപ്പിച്ച് പറയും, നമ്മൾ തന്നെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇതിപ്പോൾ ഭരണിപ്പാട്ടിനെയൊക്കെ നമ്മൾ വിമർശിക്കുന്നു, അത് ഒരു പരിധി വരെ ന്യായീകരിക്കാം. എന്താണ്, അതിനൊരു ചരിത്രമുണ്ട്, അല്ലെങ്കിൽ പല ഐതിഹ്യങ്ങളും ആളുകൾ സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി, എന്തെങ്കിലും പറഞ്ഞതിനെ ന്യായീകരിക്കാം, ശരി. പക്ഷെ ഇതൊക്കെ എന്താണ്? എന്ത് ചരിത്രത്തിന്റെ ഭാഗമാണ്? എന്ത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തോന്നിയാസങ്ങൾ കാണിക്കുന്നത്? അതുപോലെ തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ ഇങ്ങനെ കോമാളി വേഷം കെട്ടിക്കുന്ന ഏർപ്പാട്, അതിനേക്കാൾ ഭേദം വേറുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ക്ഷേത്രമുറ്റത്തെന്നല്ല, എവിടെയാണെങ്കിലും ഇത്തരം പേക്കൂത്തുകൾ അരോചകം തന്നെയാണ്. പ്രായത്തെയോ സംസ്കാരത്തെയോ നിൽക്കുന്ന ഇടത്തെയോ ഒന്നും മാനിക്കാത്ത രീതിയിലുള്ള ഇത്തരം ആട്ടങ്ങൾ, കള്ളു കുടിച്ച് ലക്കില്ലാതെ എന്തൊക്കെയോ പുലമ്പുന്നു, അവിടെ നിന്ന് ആട്ടുന്നു, ആരെയൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും വളരെ അനാവശ്യമായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലായി പോയി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ഇത് ചെയ്യുന്നയാൾക്കോ ചെയ്യിപ്പിക്കുന്നയാൾക്കോ ഇത് കണ്ടു നിൽക്കുന്നവർക്കോ ഒന്നും ഒരു അപമാനം തോന്നുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടി, ശരിയാണ്, ഈ വയസ്സാൻ കാലത്ത് അവർക്ക് വേറെ ജീവിതമാർഗമൊന്നുമില്ല, അവർക്ക് അഭിനയമേ അറിയാവുള്ളൂ, അതിനുള്ള ശേഷിയേ ഉള്ളൂ. അവർക്ക് ഇത്രയും ഉത്സാഹം കാണിക്കുന്ന ആളുകൾ, അവർക്കൊരു വരുമാനം കൊടുക്കാൻ ഇത്രയും ഉത്സാഹം കാണിക്കുന്ന ആളുകൾ അവർക്കൊരു സിനിമയിൽ റോൾ കൊടുക്കൂ, സീരിയലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേജ് പെർഫോമൻസിനോ മറ്റോ അവർക്ക് അവസരം കൊടുക്കൂ, അവരിലെ കല അങ്ങനെ ഉപയോഗിക്കൂ. അല്ലാതെ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളാണോ ചെയ്യേണ്ടത്? അവരൊരു കലാകാരിയാണ്, അവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൂട്ടിയ ഈ ഒരു സംഭവത്തെ, ഈ ഒരു വൃത്തികേടിനെ ന്യായീകരിച്ചാരും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.